ബോട്ടൊക്കെ കയറി ഈ ഐലൻഡ് പോലത്തെ സ്ഥലത്തെത്തി. ഇതിനൊക്കെ മുട്ടപ്പം വെള്ളമേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ലോഗ്സ്. നമ്മൾ ഇന്ന് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇതിപ്പോൾ എടുക്കുമ്പോൾ സമയം 9:30 ആവുന്നേ ഉള്ളൂ. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സാമ്പ്രാണിക്കൊടി പോകാനാണ്. നമ്മളിവിടെ ഒരു 9:15 ആയപ്പം ഇവിടെ ബോട്ട് ജെട്ടിയിലെത്തി. ബോട്ട് വെയിറ്റ് ചെയ്യാനാണ്. നമുക്ക് സാമ്പ്രാണിക്കൊടി ബോട്ടിൽ പോകണമെന്നാണെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 150 റുപ്പീസ് വെച്ചിട്ട്. അതിൽ നമുക്ക് അങ്ങോട്ടും പോയി അവിടെ 1 hour സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചും വരാം. നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിൻ്റെ കാര്യങ്ങൾ പറയാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടി കായലിൻ്റെ മധ്യഭാഗത്ത്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലിൻ്റെ മധ്യഭാഗത്ത് 2 വയസ്സുള്ള കുഞ്ഞിന് പോലും അവിടെ ഇറങ്ങി നടന്ന് കളിക്കാവുന്ന ഒരു പ്രദേശമാണ്. ഇത് ആർട്ടിഫിഷ്യലൊന്നുമല്ല, നോർമലായിട്ടുള്ള ഇത് ഒരു ഐലൻഡാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. അവിടെയാണെങ്കിൽ നമുക്കൊരു 5 ഇനം കണ്ടൽ ചെടികളാണ് ഉള്ളത്. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അപകടം ഉണ്ടാകാനോ യാതൊന്നും ഇല്ല. കാര്യം ഏകദേശം ചുറ്റളവിൽ ഒരു 8 ഏക്കറോളം ചുറ്റളവിൽ വളരെ ആഴം കുറഞ്ഞ പ്രദേശമാണ്. ഏതായത് ഇവിടുന്ന് ഒരു 100-150 മീറ്ററേ ഉള്ള ആഴമുള്ള സ്ഥലം, അത് കഴിഞ്ഞാൽ ആഴമില്ലാത്ത സ്ഥലങ്ങളാണ്. എന്നാൽ തന്നെ നമ്മൾ 2 ഏക്കർ സ്ഥലത്താണ് ഈ ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര് ചാമ്പ്രാണിക്കൊടി എന്നാണ്. ചാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭാഷയിൽ ചെറു കപ്പലുകളെയാണ് ചാമ്പ്രാണി എന്ന് പറയുന്നത്. ആ കപ്പലുകൾ ഇവിടെ വന്ന് കിടന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ചാമ്പ്രാണിക്കൊടി ആയത്. അത് പിന്നെ സംസാരത്തിലാണ് സാമ്പ്രാണിക്കൊടി ആയത്. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശമാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം. ആ ഐലൻഡിന് സാമ്പ്രാണിക്കൊടി ഐലൻഡ് എന്ന് പേരിട്ട് ചെഗുവേര ഐലൻഡ് ആയിരുന്നു അതിനു മുമ്പ് വരെ നമ്മൾ അറിയപ്പെടുന്നത്. ഈ 2018 ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നമുക്ക് ബോട്ട് സർവീസ് ആരംഭിക്കുന്ന സമയത്ത് ഇട്ട പേരാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ വരുന്നതും വളരെ ആർത്തുല്ലസിച്ച് പോകുന്നതും. അതാണ് നമുക്ക് ഏറ്റവും വലിയത്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 150 രൂപയുള്ളൂ. അത് മാത്രമല്ല DTPC ആണ് ഇതിൻ്റെ കൺട്രോൾ മൊത്തം ചെയ്യുന്നത്. DTPC ആണ്. ഇന്ന് 69 ബോട്ടുകൾ DTPC രജിസ്റ്റർ ചെയ്ത് ഓടുന്നുണ്ട്. കൂടാതെ ഒരു 10-35 വള്ളം അവിടുന്ന് സർവീസ് നടത്തും. ടിക്കറ്റും വാങ്ങി ഇത് ഈ ബോട്ടിലാണ് നമ്മൾ അപ്പുറം പോകാൻ പോണേ. ഓക്കെ, നമുക്ക് പേടിക്കാവുന്നേ. ആ വീഡിയോ എടുക്കണം. ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡ്. നമ്മൾ അപ്പുറത്തുനിന്ന് ബോട്ട് കയറി ഒരു 10 മിനിറ്റ് അല്ലേ, ഒരു 5 മിനിറ്റ് ഓടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ട ആൾക്കാരൊക്കെ നടക്കുന്നു. എനിക്കാണ് അങ്ങോട്ട് പോയിട്ട് ഇറങ്ങിയാൽ മതി. നമ്മളങ്ങനെ ബോട്ട് നിർത്തി ഇറങ്ങാൻ പോവാ. അല്ലേട്ടാ, കാറിലേ ബോട്ടൊക്കെ കയറി ഈ ഐലൻഡ് പോലത്തെ സ്ഥലത്തെത്തി. ഇതിനൊക്കെ മുട്ടപ്പം വെള്ളമേ ഉള്ളൂ. രസമുണ്ട്, പക്ഷേ നല്ല രസമുണ്ട്. കുറച്ച് കടകളും മറ്റേ ഉപ്പിലിട്ട മാങ്ങയുടെ മണം വരുന്നു. അങ്ങനത്തെ കടകളും സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നല്ല തണുത്ത വെള്ളം വിളിക്കുന്നു. സാധനം വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ടേക്കൊക്കെ വരാം. മിന്നൽ കണ്ടോ? അവിടുന്നൊക്കെ വിളിക്കുന്നു. 3-4 സൈഡിൽ നിന്ന് വിളിക്കുന്നു. എങ്ങോട്ട് പോകുന്നു? ഇതിന്റെ ചുറ്റിനും മറ്റേ കൊടി കുത്തി വെച്ചേക്കുന്നു കോലില്, ബോർഡർ പോലെ. അതിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയ കുഴി കിടക്കാം. വന്നിറങ്ങിയതേ ഉള്ളൂ.
ഞാൻ നനഞ്ഞ് ഓൾറെഡി. തുണി നനയത്തില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുമല്ലോ. നോക്കട്ടെ. ആ പോയിട്ട് വരട്ടെ ചേച്ചി, ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഒന്ന് കണ്ടിട്ടൊക്കെ വരട്ടെ. നിങ്ങള് ഉച്ച കഴിഞ്ഞാൽ ആ സാധനം കിട്ടത്തില്ല എന്ന് പറയാ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന നിങ്ങളെല്ലാം അടിക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ പഴുത്ത സേലം മാങ്ങയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ ചാമ്പ്രാണിക്കോടി ദ്വീപിൽ. അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പുളിയുള്ള മാങ്ങയല്ല. പിന്നെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടമോരാണ്. അത് 6 ഐറ്റം ചേരുന്നതാണ്. ഈ 6 ഐറ്റം ചേരുന്നതിനകത്ത് നെല്ലിക്ക, മാങ്ങ, നാരങ്ങ, ഇഞ്ചി, ഉപ്പ്, സോഡ, ഈ 6 ഐറ്റം ഇതിനകത്ത് കലക്കും. പിന്നെ കുലുക്കി സർബത്തുണ്ട്, മുട്ടായി ഐറ്റങ്ങളുണ്ട്, കോലി സോഡ ഉണ്ട്, മിനറൽ വാട്ടർ ഉണ്ട്. ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഈ വെള്ളത്തിനകത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫ്രഷായിട്ട് തന്നെ കൊടുക്കത്തുള്ളൂ. നമ്മൾ കുടിക്കുന്ന വെള്ളം ആണ് ഇവിടെ പാത്രം കഴുകാൻ കൊണ്ടുവരുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ചേരുന്നത് സോഡ, മിനറൽ വാട്ടർ. ഈ ഒരു ഐറ്റം ഇതിനകത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ടേ അവർക്ക് കൊടുക്കത്തുള്ളൂ ഗസ്റ്റുകൾക്ക്. പിന്നെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വേറെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കപ്പയും കല്ലും മേക്കായും, അതായത് ഓയിസ്റ്ററാണ്. അത് അതിനകത്ത് കറി വെക്കുന്നത് ഓയിസ്റ്റർ അവർ തന്നെ എടുത്ത് പാചകം ചെയ്ത് അത് കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ചെയ്ത് കൊണ്ടുവന്ന് ഒരു 10 മണിയാകുമ്പോഴത്തേനും അവരിവിടെ വരും. ആ ചെയ്യുന്ന സാധനം 12 മണിക്ക് മുന്നേ ഫ്രഷായിട്ട് പെട്ടെന്ന് തീരും. ഇത് വരുന്ന ഗസ്റ്റുകൾക്ക് അടിപൊളിയായിട്ടുള്ള ആഹാരം ചാമ്പ്രാണിക്കോടി ദ്വീപിൽ വന്നാലേ ഫ്രഷായിട്ടുള്ള ആഹാരം കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്. അവർ മത്സ്യമായാലും എന്തുമായാലും അവർ ഫ്രഷായിട്ട് എടുത്ത് കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ വരുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു യാത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന 4 ടണ്ണുള്ള വള്ളങ്ങളാണ് ഇവിടെ ലൈസൻസോടെ ഇവിടെ കടത്തിറക്കുന്നത്. ഇവിടെ കടത്തിറക്കുന്നതെന്ന് പറഞ്ഞാൽ 30ഓളം കണ്ടൽക്കാട് ദ്വീപുകൾ, ആൾ താമസമുള്ള 5ഓളം ദ്വീപുകൾ, അരമണിക്കൂർ 5 കിലോമീറ്റർ ദൂരം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യമേ പൈസ മേടിക്കത്തില്ല. അവർ കൊണ്ടുപോയി കാണിക്കുന്ന യാത്ര നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ പൈസ കൊടുത്താൽ മതി. അല്ല 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കും പൈസ ഇല്ല. കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി. മാങ്ങ ഇട്ട് വീട്ടിൽ നല്ല അടിപൊളി, നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് ഇളക്കി എൻ്റെ മേത്ത് തെറിപ്പിച്ച്. ഉണ്ണി കുടിച്ചോ, അല്ലെ തീർന്നു പോകും. വേണ്ട, കൈയിട്ടിട്ടൊരു ഇതെടുക്കട്ടെ, മാങ്ങ എടുക്കട്ടെ, വേറെ ഓപ്ഷൻ ഇല്ല. ഇതിലില്ലേ കാണിച്ചു തരാം, ഇതിലേക്ക് കാണിച്ചേ. മാങ്ങയുണ്ട്, ഉപ്പിലിട്ട നെല്ലിക്കയുണ്ട്. ഓ, പറയുമ്പോൾ വായിന്ന് വെള്ളം ഒഴുകുന്ന പണ്ടാരം. എന്നാ എൻ്റെ സീറ്റ് പോയി ഓൾറെഡി. പിടിച്ച് തൽക്കാലം ഇടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊരു സേഫ്റ്റിക്കല്ലേ ഇടുന്നത്. എന്തായാലും നീ വെള്ളത്തിൽ കിടന്ന പൊങ്ങി കിടന്നു പേടിക്കണ്ട. കിടന്നാ മതി. ഇല്ലേ ഉണ്ട് നമ്മളെ പിടിച്ച് താത്തിട്ടടങ്ങ പോലിയ നോക്കിക്കോളെ. അവർക്ക് ഇട്ട് കൊടുത്തു വെച്ചാൽ അവർക്ക് ഓണാക്കി കൊടുത്തു വെച്ചാൽ അതിൻ്റെ സാമ്പ്രാണിക്കോടി ഐലൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തോണി കിട്ടും. 100 rupees പെർ ഹെഡാണ് വരിക. നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഐലൻഡ്സും ആൾക്കാർ താമസിക്കുന്ന ഐലൻഡ്സും പിന്നെ ഈ കണ്ടൽക്കാട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എനിക്കൊന്ന് 15 മിനിറ്റ് അത്ര നേരത്തെ റൈഡാണ്. 100 rupees പെർ ഹെഡ്. എന്തായാലും കയറിയിട്ടുണ്ട്, പോയി നോക്കാം. ഞാൻ ആ പറഞ്ഞത് എത്ര പേർക്ക് ക്ലിയർ ആയെന്ന് എനിക്കറിയില്ല. മൈക്ക് ഓഫ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐലൻഡിൽ വരുമല്ലോ, ബോട്ടിൽ കയറി ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനത്തെ ചെറു തോണി വഞ്ചികൾ പോലത്തെ സാധനം ഉണ്ടാവും. 6 to 8 people അറ്റ് എ ടൈം കൊണ്ടുപോകും. നമ്മൾ അതിന് ചുറ്റുമുള്ള ഒരു 30 to 35 ദ്വീപ്സ് അവർ ചുറ്റി കാണിച്ചു തരും. അതാണ് സംഭവം. സകലമാന ഉള്ളിട്ട സാധനങ്ങളുണ്ട്. റൈറ്റ് വിട്ടുതരും. നാരങ്ങ, എനിക്ക് കപ്പയും മറ്റേ കല്ലുമ്മക്കായും വാങ്ങിത്തണ്ട. അവിടെ മധുരമുള്ള മാങ്ങയില്ലേ, ഇപ്പൊ ഇതിലുണ്ടായിരുന്ന മാങ്ങ അത് വാങ്ങിക്കണം. ഞാനാ പറഞ്ഞത് നമ്മുടെ കുടമൂരിൽ ഇട്ടിട്ടുണ്ടായിരുന്ന മാങ്ങ ഉണ്ടായിരുന്നില്ല, അത് നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു അവിടെ കപ്പയും മറ്റേ കല്ലുമ്മക്കായും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഈ വെള്ളത്തിൻ്റെ കായലിൻ്റെ നടുക്ക് വന്ന് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആ ഒരു എഫേർട്ടിൻ്റെ ആയിരിക്കും റേറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
അപ്പം ഞാൻ പറയുന്നത് എനിക്ക് അത് വേണ്ട, എനിക്ക് ആ മോരിലുണ്ടായിരുന്ന മാങ്ങ അല്ലാണ്ട് ഉപ്പിലിട്ട് കിട്ടും, അത് വാങ്ങി തന്നാൽ മതി എന്ന് ഞാൻ പറയായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ 100 rupees പെർ ഹെഡ് വെച്ചിട്ട് നമ്മൾ ഈ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 30 to 35 വീവ്സ് എനിക്കൊന്ന് ഇൻക്ലൂഡിങ് ഈ കണ്ടൽക്കാടുകളാന്ന് തോന്നുന്നു പോയത് വെച്ചിട്ട് അത് നമ്മളിങ്ങനെ ചുറ്റി കാണിച്ചു തരും. ഓക്കെ, നമുക്കിങ്ങനെ സ്ലോ ആയിട്ട് ഒരു ½ hour ലാസ്റ്റ് ചെയ്യുന്ന ഒരു ട്രിപ്പ് പോലെയാണിത്. അത് നമ്മളെ ചുറ്റിനും കാണിച്ചു തരും. ഇതിൽ ഈ 30 to 35 എന്ന് പറയുന്നതിൽ അവർ പറഞ്ഞത് വെച്ചിട്ട് ഒരു 5ഓളം ദ്വീപുകൾ ആൾതാമസം ഉള്ളതാണ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം, വഴിയെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ എന്താ പറയുക, ആ ഒരു ഐലൻഡ്, അതായത് ആ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ വന്ന് നിന്ന് അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്യുന്നതിന് ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു ½ hour ബോട്ടിങ് ചെയ്യാൻ പറ്റുക. അപ്പം ഈ പറഞ്ഞ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടപ്പെടുന്നതാണ്, കാരണം ഞാൻ പുറത്തുനിന്നാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മണ്ടത്തുരുത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കുറച്ചായല്ലോ, അപ്പം എനിക്ക് അവിടെ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇത് 100 rupees കൊടുത്ത് എക്സ്ട്രാ പോയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മിസ്സാവും, അങ്ങനത്തെ ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ അതും പറഞ്ഞിട്ട് ഇതൊരു ഭംഗിയില്ല അങ്ങനെയല്ല കേട്ടോ, ഇത് സീരിയസ്ലി നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തത് ആ ഒരു ഐലൻഡ്, ആ ഒരു നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നടക്കാനും അങ്ങനത്തെ ആ ഒരു ഏരിയയാണ്. അതാകുമ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാം, നല്ല എന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല നമ്മുടെ ചുറ്റിനും ഒരു നല്ലൊരു ഡിസ്റ്റൻസോളം നിറയെ വെള്ളമാണ്. അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ കര പോലൊരു സ്പേസിൽ എന്നാൽ വെള്ളത്തിലിങ്ങനെ നടക്കുന്നു. അവിടെ കുഞ്ഞു കുഞ്ഞു കടകൾ, അവിടെയാണെങ്കിൽ ഫുൾ ഉപ്പിലിട്ട മാങ്ങയുടെ ഒക്കെ മണവും കൂടിയാണ്. അപ്പം അത് എനിക്ക് കുറച്ചും കൂടി ഓക്കെ, ഈ ഒരു 100 രൂപ വലിയ എമൗണ്ട് ആയിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഒപ്പീനിയനൊന്നും അല്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 100 rupees കൊടുത്ത് ഈ ഒരു ബോട്ടിങ് പോയില്ലായിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു. പോയില്ലായിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു എന്നല്ല, പോയില്ലെങ്കിലും എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും, അല്ലെങ്കിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു, നമ്മുടെ ഐലൻഡിൽ ടൈം സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഈ പറഞ്ഞു തരുന്നതിൽ ഒരു പറഞ്ഞ പോയിന്റ് ആയിരുന്നു ഇത്, ഈ ആർച്ച് പോലത്തെ കണ്ടൽക്കാട്, അതൊരു രസമുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്, പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല മഴക്കാറുണ്ട്. മഴക്കാറ് മാത്രമല്ല, നമ്മളീ പോണ വഴിക്ക് ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. പക്ഷേ എനിക്ക് അവിടെ വെള്ളത്തിൽ നിൽക്കുന്നതായിരുന്നു കുറച്ചും കൂടി ഇഷ്ടം, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ പോകുന്ന ഡിസ്റ്റൻസ്, ഈ ബോട്ടിൽ പോണ അവിടെയൊക്കെ ഉണ്ടല്ലോ, പല ഏരിയയിലും നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന ആ ഒരു ആഴമേ ഉള്ളൂ. അതായത് ഈ മറ്റേ ബോട്ടിങ്ങിന് മോട്ടറുണ്ടല്ലോ, അത് കറക്കാതെയൊക്കെയാണ് പോകുന്നത്. വെച്ചാൽ മണ്ണ് അത് തട്ടും, അത്രയും ആഴമില്ലാത്ത സ്ഥലത്ത് കൂടെയൊക്കെയാണ് പോകുന്നത്. ഈ ഒരു പോയിന്റ്, ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്തതായിരുന്നു. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞില്ല ആൾതാമസം ഉണ്ടെന്നത്, ഈ വീട് നിങ്ങൾ കണ്ടു നോക്കൂ, ചുറ്റിനും വെള്ളമാണ്. ആ വീട്ടിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി പുറത്ത് അടുപ്പ് കൂട്ടുന്നു, അരി വെക്കുന്നു, അകത്ത് ആൾക്കാർ നടക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയായാലും അവിടെ താമസിക്കാമെന്ന്. അതും ഈ മഴക്കാലത്തൊക്കെ. ഇതിലും കഷ്ടപ്പാടോടെ താമസിക്കുന്നവരുണ്ടാവും, പക്ഷെ കണ്ടപ്പം എനിക്കങ്ങനെ തോന്നിച്ചു, എങ്ങനെ താമസിക്കാൻ പറ്റും ഇവിടെ, ആ ഒരു സാധനം വന്നു. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ആൾക്കാർ ഇടാൻ പോകുന്നു. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, മോരിലുണ്ടായിരുന്നു, കുടമോരിലിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ മാങ്ങ. പക്ഷേ ആ കുടമോരിലുള്ള മാങ്ങേനെ അത്രയും മധുരം ഉണ്ടായിരുന്നില്ല ഈ ഉപ്പിലിട്ട. സെയിം മാങ്ങയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ മധുരം കുറവായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് അധികം നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ടിക്കറ്റിൽ വരുന്നത് 1 hour ആണ്. നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ബോട്ട് കയറി ടെർമിനലിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ സംസാരിച്ച 2 ചേട്ടന്മാർ, ആദ്യം സംസാരിച്ചത് മെൽവിൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ ആളുടെ പേരിൽ കൺസെഷനും കിട്ടും എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് സംസാരിച്ച ചേട്ടൻ, ആളുടെ പേര് പുള്ളി പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. നിങ്ങൾ 2 പേരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കെ, അതിന് ചേട്ടൻ്റെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയൊക്കെ പോയി, അവിടെ മറ്റേ ബോട്ടിങ്ങിനൊക്കെ പോയി, ഫുള്ള് കറങ്ങി, കൊള്ളായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
തിരിച്ച് നമ്മൾ മറ്റേ ബോട്ട് ടെർമിനൽ കാണിച്ചു തന്നില്ല നേരത്തെ, അവിടെ എത്തി. നമ്മൾ വന്നപ്പം നമ്മളും പിന്നെ ഞാൻ മറ്റേ ഇൻട്രോ എടുക്കുന്ന സമയത്ത് 1-2 പേരും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇപ്പോൾ കണ്ടു ഫുള്ള് ആൾക്കാരായി, തിരക്കായി, ഒരുപാട് പേരായി. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.